ഡോക്ടർ ജെ കെസ് ഡയബി ടോക്സിലെ 16-ാം എപ്പിസോഡായ എക്സസൈസ് പാർട്ട് 4ലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജയകുമാർ ബി വെള്ളനാട്. വാമപ്പും കൂൾ ഡൗണുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എക്സസൈസിലെ മുഖ്യ ഘടകങ്ങളായ എയറോബിക്കും അനേറോബിക്കും എക്സസൈസുകൾ നമ്മൾ 14ഉം 15ഉം എപ്പിസോഡുകളിലായി പറഞ്ഞു കഴിഞ്ഞു. ഇത് രണ്ടും ചെയ്യാനായി ശരീരത്തെ അനായാസമായി വളയ്ക്കുവാനും തിരിക്കുവാനും ചെയ്യുന്ന ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് ആണ് വാമപ്പ്. എക്സസൈസ് ചെയ്തു കഴിഞ്ഞ ശേഷം ശരീരത്തിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന് ചെയ്യുന്ന ലഘുവായ ആക്ടിവിറ്റിയാണ് കൂൾ ഡൗൺ. സ്ട്രെച്ചിങ് ഇവയുടെ ഒരു ഭാഗമാണ്. പേശികളെ ചൂടാക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് വാമപ്പ് എന്ന് പറയുന്നത്. വാമപ്പിൽ 5 കാര്യങ്ങൾ സംഭവിക്കുന്നു. 1. ബോഡി ടെമ്പറേച്ചർ ഉയരുന്നു. 2. ചെറിയ രക്തക്കുഴലുകളായ കാപ്പിലറി തുറന്ന് പേശികൾക്ക് കൂടുതൽ രക്തയോട്ടം കിട്ടുന്നു. 3. വർക്കൗട്ടിന് വേണ്ടി കൂടുതൽ ഓക്സിജനെ എത്തിക്കുന്നു. 4. വാം ആകുമ്പോൾ പേശികൾ കൂടുതൽ കൺട്രാക്ട് ചെയ്യുന്നു. 5. സന്ധികൾക്ക് കൂടുതൽ അയവുണ്ടാകുന്നു. ഫ്ലെക്സിബിലിറ്റി കൂടുമ്പോൾ മസിൽസിന്റെ പെർഫോമൻസ് അഥവാ കാര്യക്ഷമത കൂട്ടുന്നു. പേശികൾക്കുണ്ടാകാവുന്ന വേദന ഇല്ലാതെയാകുന്നു. ഹാർട്ട് റേറ്റ് ക്രമേണ കൂട്ടി ഹാർട്ടിന്റെ സ്ട്രെസ് കുറയ്ക്കുന്നു. കിതയ്ക്കാതെ തന്നെ മാക്സിമം ഹാർട്ട് റേറ്റിന് അടുത്തെത്തുന്നു. ക്രമേണ എക്സസൈസിന്റെ ഇന്റൻസിറ്റി കൂട്ടി ശരിയായ എക്സസൈസിനെ പര്യാപ്തമാക്കുന്നു. ഇനി പ്രമേഹമുള്ളവർക്ക് ചെയ്യാവുന്ന വാമപ്പ് എക്സസൈസുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ശരീരത്തിലെ മേജർ ജോയിൻസിനെ ഫോക്കസ് ചെയ്താണ് വാമപ്പ് എക്സസൈസ് ചെയ്യേണ്ടത്. ആദ്യമായി കഴുത്ത് മടക്കുക, നിവർക്കുക, ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ. അത് 1. മുന്നിലേക്കും പിന്നിലേക്കും. പിന്നെ 2. വശത്തേക്ക് മടക്കുക, നിവർക്കുക. 3. നെക്ക് റൊട്ടേഷൻ. കഴുത്തിനെ ഇരുവശത്തേക്കും തിരിക്കുക. 4. നെക്ക് റോൾ. ആദ്യം ഹാഫ് റോൾ, പിന്നെ 5. ഫുൾ റോൾ, വൃത്താകൃതിയിൽ കറക്കുക. അടുത്തത് 6. ഷോൾഡർ ജോയിന്റ്, ഷോൾഡർ സർക്കിൾസ്. മുന്നിലേക്കും പിന്നിലേക്കും ഷോൾഡർ ജോയിന്റിനെ കറക്കുക. തുടക്കത്തിൽ കൈമുട്ട് മടക്കി ചെയ്യുന്നതാണ് നല്ലത്. ഇനി 7. ചെസ്റ്റ് ഓപ്പണിംഗ്. ഇവിടെ നെഞ്ചിലെ പെക്ടോറാലിസ് മസിൽസിന് ഉള്ള വാമപ്പാണിത്. അടുത്തത് 8. ട്രങ്ക് റൊട്ടേഷൻ. ഒമ്പതാമത് ട്രങ്ക് ലാറ്ററൽ ഫ്ലെക്ഷൻ. 10. ബെല്ലിയുടെ എക്സസൈസ് ആണ്. ഇനി ഹിപ്പ് ജോയിന്റിന് ഫോക്കസ് ചെയ്തുകൊണ്ട് 11ാമത്തെ എക്സസൈസ് ഹിപ്പ് റോൾ അല്ലെങ്കിൽ പെൽവിക് റോൾ. ക്ലോക്ക് വൈസ് പിന്നെ ആന്റി ക്ലോക്ക് വൈസ്. 12. ഹിപ്പ് ഫ്ലെക്ഷൻ, നിന്നുകൊണ്ട് നടക്കുന്ന പോലെ. 13. ഹിപ്പ് എക്സ്റ്റൻഷൻ, കാല് പിന്നോട്ട്, ഒപ്പം മുട്ട് മടക്കാൻ കൂടി പറ്റിയാൽ നന്നായിരിക്കും. ഇനി നീ ജോയിന്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള എക്സസൈസ് ആണ്, വാമപ്പാണ്. സ്ക്വാറ്റ്സ്, കസേരയിൽ ഇരിക്കുന്ന പോലെ. ലഞ്ചസ് അഥവാ ഹാഫ് സ്ക്വാറ്റ്. ഇവിടെ കാലുകൾ മുന്നിലേക്കും പിറകിലേക്കും വെച്ച് കാലുകൾ മാറി മാറി ചെയ്യുക.
അടുത്തത് ആംഗിൾ ജോയിന്റിലാണ്. സ്റ്റാൻഡിങ് കാഫ് റൈസ്, വാൾ പുഷപ്സ്. ഇവിടെ കാഫ് മസിൽസും പിന്നെ ഷോൾഡർ ജോയിന്റും ആക്റ്റീവ് ആകും. പിന്നീട് ടേബിൾ പുഷപ്സും അതിനുശേഷം ഫ്ലോർ പുഷപ്സും പറ്റുന്നത് പോലെ മാറ്റുക. ഇപ്പറഞ്ഞ ഓരോന്നും 10 repetition 3 sets എന്ന് പറയും. അതായത് 10 ആവർത്തി ഒരു സെറ്റ്, അങ്ങനെ മാക്സിമം 3 സെറ്റ് വീതം ചെയ്യണം. രാവിലെയും രാത്രിയിലും ഇത് ചെയ്താൽ പ്രമേഹ നിയന്ത്രണം മാത്രമല്ല, പേശികളും സന്ധികളും ശരിയായി ഉപയോഗിക്കാത്തത് മൂലം ഇന്ന് എല്ലാവരിലും കാണുന്ന എല്ല് തേയ്മാനം എന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെയും ഇല്ലാതെയാക്കാം. ഇനി എന്താണ് കൂൾ ഡൗൺ എക്സസൈസ് എന്ന് നോക്കാം. ശരിയായ രീതിയിൽ ഒരു എക്സസൈസ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നിർത്തി സാധാരണ ജോലികളിലേക്ക് മടങ്ങുന്നത് ശരീരത്തിന് ഒരു ആഘാതമാണ്. അങ്ങനെ ചെയ്യുന്നത് പേശികൾക്ക് പരിക്കുകളും വേദനയും ഉണ്ടാക്കും. അല്ലെങ്കിൽ തലകറക്കം, തലക്കനം, ബോധക്ഷയം ഇവ ഉണ്ടാകാം. ഇവിടെ അക്ഷരാർത്ഥത്തിൽ ചൂടായിരിക്കുന്ന പേശികളെ തണുപ്പിക്കുന്നതിനായിട്ടാണ് കൂൾ ഡൗൺ എക്സസൈസ് ചെയ്യേണ്ടത്. വളരെ സ്ലോ ആയും ജെന്റിലായും ഉള്ള മൂവ്മെൻറ്റ്സും സ്ട്രെച്ചിങ്ങും കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ ഇനി പറയാം. ഒന്ന്, ഹാർഡായ ഒരു എക്സസൈസിന് ശേഷം ബോഡി റിക്കവർ ചെയ്യുന്നതിന് ശ്വസനവും നെഞ്ചിടിപ്പും കുറച്ചു കൊണ്ടുവന്ന് സാധാരണ നിലയിലാക്കും. 2, ലാക്റ്റിക് ആസിഡ് ഉൾപ്പെടെയുള്ള മെറ്റബോളിക് വേസ്റ്റിനെ നീക്കം ചെയ്യുന്നു. അങ്ങനെ മസിൽ ഫെറ്റീഗും നീരും കുറയ്ക്കുവാൻ കഴിയുന്നു. 3, ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നു. വാമപ്പിൽ പറഞ്ഞ എല്ലാ വർക്കൗട്ടും ഇവിടെ ചെയ്യാം. ഒപ്പം ഏറ്റവും ഫലപ്രദമായ വിവിധ യോഗാസനങ്ങൾ ഇതിൽ വളരെ പ്രയോജനകരമാണ്. പ്രമേഹത്തിൽ വളരെ ഫലപ്രദമായ യോഗയെക്കുറിച്ചുള്ള വീഡിയോയുമായി അടുത്ത 17ാം എപ്പിസോഡിൽ കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമെന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.